എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഡിസംബർ മാസത്തിലെ ആദ്യത്തെ ട്രേഡിംഗ് ഡേ അവസാനിക്കുമ്പോൾ മോർണിംഗ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഉടനെ നമ്മുടെ രാജ്യത്തിൻ്റെ GDP കണക്കുകൾ ഒരു നെഗറ്റീവിൽ തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് തുറന്നതിന് ശേഷം അതിൻ്റെ ഇമ്പാക്റ്റ് എന്നോണം താഴെ വരികയാണ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ നിന്നും ഓപ്പൺ ചെയ്തിട്ട് അല്പം മുകളിലേക്ക് പോയതിന് ശേഷം, അല്പം എന്ന് പറയുമ്പോൾ അതാ ഇവിടെ ഒരു 10 പോയിൻ്റ് മുകളിലേക്ക് പോയതിന് ശേഷം നേരെ താഴെ വരികയാണ് ചെയ്തത്. നേരെ താഴെ വരിക എന്ന് പറയുമ്പോൾ ദാ ഇവിടെ 133 പോയിൻ്റോളം 130 പോയിൻ്റോളം ഡൗണിലേക്ക് വന്നപ്പോൾ തീർച്ചയായും ഇന്ന് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വരുമെന്നെല്ലാം പ്രതീക്ഷിച്ചു. 24,025 നമ്മുടെ സെൽ സൈഡിലേക്കുള്ള എൻട്രി, ഡൗൺ സൈഡിലേക്കുള്ള എൻട്രി. പക്ഷേ ഇവിടെ ഒരു മോർണിംഗ് സ്റ്റാർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് അല്പാൽപമായിട്ട് ഇവിടെ നിന്നെല്ലാം ഒരു കൺസോൾട്ടേഷനിലൂടെ അവസാന നിമിഷത്തിലാണ് നമ്മുടെ ബൈ സൈഡിലേക്കുള്ള സിഗ്നൽ 24,240 മുകളിൽ ബ്രേക്ക് ഔട്ട് നടത്തിയത്. അപ്പോൾ പറഞ്ഞു വന്നത് GDPയുടെ ഈ നെഗറ്റീവ് കണക്കുകളിൽ ഈ സെക്കൻഡ് ക്വാർട്ടറിൽ നമ്മുടെ ഗവൺമെൻറ് അത്യാവശ്യം പണം ചെലവഴിക്കാനുള്ള കാരണങ്ങൾ ഉണ്ടാവും എന്നുള്ള ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സാണ് ഇൻവെസ്റ്റേഴ്സ് എടുത്തിരിക്കുന്നത് എന്നാണ് തോന്നുന്നത്. അതോടൊപ്പം തന്നെ ടോട്ടലി സ്റ്റോക്കുകളിലൊക്കെ ഒരു ചെറിയ പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സാണ് ഇന്ന്. പ്രത്യേകിച്ച് റിലയൻസ്, HDFC ബാങ്ക്, ഇൻഫോസിസ്, അതേപോലെ ഭാരതി എയർടെൽ, ഇവ നല്ല ഒരു റാലിയാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇന്ന് 144 പോയിൻ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ ബാങ്ക് നിഫ്റ്റി പ്രതീക്ഷിച്ച അത്ര പെർഫോമൻസ് കാഴ്ചവെച്ചില്ല. താഴത്തേക്ക് അതിവേഗം വന്നു. 300 സംതിങ് പോയിൻറ്റിൻ്റെ ഡൗൺ സൈഡാണ് വന്നത്. ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് നേരെ നോക്കും 380 പോയിൻ്റ് ഡൗണിൽ വന്നിട്ടാണ് പിന്നീട് ഫുൾ സൈഡ് വേ ആയിരുന്നു. ബാങ്ക് നിഫ്റ്റി ഇന്ന് ശരിക്കും ഒരു ഇന്ന് ട്രേഡിംഗ് ചെയ്തവർക്കെല്ലാം കൈ പൊള്ളിയിട്ടുണ്ടാവും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഗ്രൂപ്പിൽ 7-8 സിഗ്നലുകൾ കൊടുത്തു. പക്ഷേ അതിൽ 2 സിഗ്നലുകൾ ക്യാൻസൽ ചെയ്തു. പക്ഷേ അത് നല്ല പ്രോഫിറ്റിലേക്ക് പോയി. അത് സാരമില്ല, എന്നിരുന്നാലും ബാക്കി 5-6 ഒക്കെ ഞങ്ങൾ പ്രോഫിറ്റിലാണ്. പക്ഷേ ഇന്നത്തെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സിൽ ആര് കൈവച്ചാലും അത് അങ്ങനെയാണ്. പക്ഷെ നമ്മൾ ഈ സ്കാൽപ്പിംഗ് 10 പോയിൻ്റ് 20 പോയിൻ്റ് സെൻസെക്സിലൊക്കെ ആണെങ്കിൽ ഒരു 35-40 പോയിൻ്റ് ആ രീതിയിൽ. അതോടൊപ്പം തന്നെ ഈ കയറില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എക്സിറ്റ് അടിക്കാൻ പറയുന്നു. പെട്ടെന്ന് എക്സിറ്റ് അടിക്കാൻ പറയും. ഒരു 5-6-7 പോയിൻ്റൊക്കെ വരുമ്പോൾ അത് തിരിച്ച് മുകളിലേക്ക് വീണ്ടും പോകില്ല എന്ന് തോന്നുമ്പോൾ എക്സിറ്റൊക്കെ അടിക്കാൻ പറയും. അപ്പോൾ അങ്ങനെ ഇന്ന് ടോട്ടലി ഒരു 6 ലെവലുകൾ നമ്മൾ പ്രോഫിറ്റിലാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇന്ന് പോസിറ്റീവിലേക്ക് വരാനുള്ള പ്രധാന കാരണം ഈ 4-5 സ്റ്റോക്കുകളുടെ ഒരു ഹൈ റാലി തന്നെയാണ്. അപ്രതീക്ഷിതമായ റാലിയാണ് റിലയൻസും HDFC ബാങ്കും ഇൻഫോസിസും ഒക്കെ നടത്തിയത്. അതേപോലെ എയർടെല്ലും. നമ്മുടെ ലെവലുകളിൽ ഇവിടെ താഴെ നമുക്ക് എൻട്രി ലഭിച്ചിട്ടില്ല. അതേസമയം നമുക്ക് 5 മിനിറ്റ്സിൽ ഇവിടെ, ഇത് സെൻസെക്സ് ആണ്, നിഫ്റ്റി എടുക്കട്ടെ, 24,240 മുകളിലാണ് നമ്മൾ എൻട്രി പറഞ്ഞിരുന്നത്. നോക്കൂ, ഇവിടെ ഇതാണ് ഈ ഒരു ക്യാൻഡിൽ. എത്ര മിനിറ്റ്? 2 മണി, കൃത്യം 2 മണിക്കാണ് ഇത് ക്രോസ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഇവിടെ നിന്നും നമുക്ക് എൻട്രി ലഭിച്ചു. അതായത് ഈ ഒരു റെഡ് ക്യാൻഡിൽ കണ്ടോ, ഇവിടെ നിന്നും എൻട്രി ലഭിച്ചു. നമ്മൾ സ്റ്റോപ്പ് ലോസ് ആണ് ആദ്യം വെക്കേണ്ടത്. നെക്സ്റ്റ് പ്രീവിയസ് ലോ, ഇവിടെയാണ് സ്റ്റോപ്പ് ലോസ്. അതായത് 76 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട സ്ഥിതിയാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റുള്ളൂ. കാരണം അത് ചില സമയത്ത് അങ്ങനെയാണ്, നമുക്ക് വേറെ നിവൃത്തിയില്ല. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള പ്രയാണം കൃത്യമാവുകയുള്ളൂ. പക്ഷേ നമ്മൾ 1:1 ആണെങ്കിലും നമുക്ക് ഇന്ന് അത് കിട്ടിയിട്ടുണ്ടാവില്ല. നോക്ക്, എത്ര? 60 പോയിൻ്റ്. 60 പോയിൻറ്റിൻ്റെ റാലിയാണ് നടത്തിയിട്ടുള്ളൂ. പക്ഷേ ഈ 60 പോയിൻറ്റിൽ ബുക്ക് ചെയ്തിട്ടില്ലെങ്കിലും കൂടെ ഇനി താഴേക്ക് വന്നാലേ തന്നെ ഇവിടെയാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലോസ് ചെയ്തിരിക്കുന്ന ഭാഗം നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്നും എൻട്രി എടുത്തു. ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു 18-20 പോയിൻറ്റിൻ്റെ സ്ട്രൈക്കിൽ, ഓപ്ഷൻ സ്ട്രൈക്കിൽ കാര്യമായിട്ടൊന്നും ഇന്ന് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾ ഇന്ന് സേഫ്റ്റി ആയിട്ട് ഇറങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതൊരു തന്നെ വലിയ അത്ഭുതമാണ്. കാരണം ഇന്ന് ഇതുപോലുള്ള അതേസമയം നമ്മൾ ചെറിയ സ്റ്റോപ്പ് ലോസാണ് വെച്ചതെങ്കിലോ ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണല്ലോ എൻട്രി കിട്ടിയത്. ഇനിയിപ്പോൾ ചെറിയ സ്റ്റോപ്പിൽ വെച്ചാലും നമുക്ക് കുഴപ്പമില്ല. കാരണം എടുത്ത പ്രൈസിൽ തന്നെ സ്റ്റോപ്പ് ലോസ് വെച്ചാലും നമുക്കിന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുമായിരുന്നില്ല. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് കാര്യമായിട്ടുള്ള പ്രോഫിറ്റ് ഇല്ല എന്ന് തന്നെ പറയാം. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ശരിക്കും ഇന്നൊരു ഭയങ്കര മന്ദഗതി തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ നിന്നും, അതാണ് ഞാൻ ലാസ്റ്റ് ഒരു സിഗ്നൽ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞല്ലോ, ഇവിടെ വന്നപ്പോൾ
ചെറിയൊരു സംശയം എനിക്ക് അനുഭവപ്പെട്ടുകൊണ്ടാണ് പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞത്. കാരണം ഈ ഒരു റെസിസ്റ്റൻസ് മേഖലയിൽ നിന്ന് റെസ്പെക്റ്റ് ചെയ്ത് താഴെ വരുമോ എന്നുള്ളൊരു പേടി. അവസാന നിമിഷത്തിൽ നമ്മൾ കൊണ്ടുപോയിട്ട് കലമുടയ്ക്കണ്ടല്ലോ, വൈകുന്നേരം വരെ വെള്ളം കോരി വൈകുന്നേരം കലമുടയ്ക്കേണ്ട എന്നുള്ള ഒരു രീതിയിലാണ് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞത്. പക്ഷേ നമ്മുടെ നിർഭാഗ്യവശാൽ ഇവിടെ നിന്നും മാർക്കറ്റ് പോയൊരു പോക്ക് നോക്കിയാൽ 230 പോയിൻ്റ് പോയിട്ടുണ്ട്. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, ബി ഹാപ്പി, ഞങ്ങൾ പ്രോഫിറ്റിലാണല്ലോ. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മുടെ വീഡിയോ പ്രകാരം നമുക്കിന്ന് എൻട്രി കിട്ടിയിട്ടില്ല. കാരണം 52,290 മുകളിലാണ് നമുക്ക് എൻട്രി, അത് കിട്ടിയിട്ടില്ല. ഓക്കെ, ഇനി സെൻസെക്സിലേക്ക് വരുമ്പോൾ നിഫ്റ്റിയുടെ അതേ രൂപത്തിൽ തന്നെയാണ് താഴെ നമുക്ക് എൻട്രി. നോക്കുക, ഇവിടെയാണ് ക്ലോസ് ആൻഡ് ക്ലോസ് ചെയ്തത്. നമ്മൾ റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ നേരെ മുകളിലേക്ക് പോയി. അതുകൊണ്ട് നമുക്ക് ഡൗൺ സൈഡിലേക്ക് എൻട്രി എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അതേസമയം അപ്പ് സൈഡിലേക്ക് നോക്കൂ, ഇവിടെ നിന്ന് ഇതാണ് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് നേരെ താഴെ വരികയാണ് ചെയ്തത്. നെക്സ്റ്റ് ഈ ഒരു ക്യാൻഡിലാണ് എത്ര മണിക്ക് 2:30 ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് ആരും തന്നെ ട്രേഡ് എടുത്തിട്ടുണ്ടാവില്ല. ഇനി എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിന് മുകളിൽ 2:40 ക്രിയേറ്റ് ആയിരിക്കുന്ന ഈ ക്യാൻഡിൽ, ഗ്രീൻ ക്യാൻഡിൽ വന്നല്ലോ, ഇതിന് മുകളിലായിരിക്കാം എൻട്രി എടുത്തിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇതുവരെ പോയ സ്ഥിതിക്ക് 80 പോയിൻറ്റിൻ്റെ റാലിയാണ്. ഇനി ബുക്ക് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് എൻട്രി എടുത്ത സ്ഥിതിക്ക് നമുക്ക് പ്രീവിയസ് ലോ എന്ന് പറയുന്നത് ഇതൊരു പ്രീവിയസ് ലോ ആണ്. പക്ഷേ നമുക്ക് ഇവിടെ ഒരു ചെറിയ സംശയം, ചെറിയൊരു പോയിൻ്റ് ആയതുകൊണ്ട്, കാരണം നമ്മുടെ എൻട്രി പോയിൻറ്റിനും താഴെ ചെറിയൊരു പോയിൻ്റല്ലേ ഡിഫറൻ്റ് ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇതാണ് തിരഞ്ഞെടുക്കുക. 80,132, 80,140 എന്ന് വെച്ചോളൂ സ്റ്റോപ്പ് ലോസ്. ഇത് ഞാൻ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ട്രേഡ് എടുക്കുന്നവർക്ക് നാളെ മേലാക്കം ട്രേഡ് എടുക്കാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുകയാണെങ്കിൽ എത്ര പോയിൻ്റാണ്? 120 പോയിൻറ്റിൻ്റെ ഡിഫറൻറ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിക്ക് ഇവിടെ നിന്നും എൻട്രി എടുത്ത നമ്മൾ താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണല്ലോ, അതുവരെ എന്തായാലും വന്നിട്ടില്ല. ഇവിടെ വന്നിട്ട് തിരിച്ച് മുകളിലേക്ക് പോയി ലാസ്റ്റ് ക്യാൻഡിൽ ക്ലോസ് ആയിരിക്കുന്നത് ഇല്ല, കുഴപ്പമില്ല, ഒരു 80,253 ക്ലോസ് ആയിരിക്കുന്നത്. നമ്മൾ എൻട്രി എടുത്തിരിക്കുന്നത് 80,260 മുകളിൽ. ചെറിയൊരു 4-5 പോയിൻറ്റിൻ്റെ ഡിഫറൻ്റ് ഉള്ളൂ. ഇൻഡെക്സിൽ കാര്യമായിട്ടുള്ള, സെൻസെക്സിലും നമുക്ക് കാര്യമായിട്ടുള്ള നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല. അതേസമയം ബാങ്ക് നിഫ്റ്റി എടുക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് എൻട്രി ലഭിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ 3 ഇൻഡെക്സിലും നമുക്ക് ഇന്ന് സെൻസെക്സിലും നിഫ്റ്റിയിലും എൻട്രി ലഭിച്ചു, പക്ഷേ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം നമുക്ക് ലോസും ഇന്ന് സംഭവിച്ചിട്ടില്ല. എന്നാലും ബ്രോക്കറേജോ എല്ലാം കൂടെ ചെറിയൊരു സംഖ്യ ഇന്ന് നഷ്ടത്തിൽ തന്നെ ആയിരിക്കാം. ഓക്കെ, ഇനി നമുക്ക് നാളേക്ക് എങ്ങനെയെല്ലാം ഏതെല്ലാം ലെവലുകളാണ് ആക്റ്റ് ആവുക എന്നുള്ളത് നോക്കാം. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റൻ്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കൊള്ളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ആഫ്റ്റർ ഓപ്ഷൻ ട്രേഡ് എന്നുള്ള ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇവിടെ ഞങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് സംബന്ധമായ സംശയങ്ങൾക്ക് സമയലഭ്യതയ്ക്കനുസരിച്ച് ആൻസർ നൽകുന്നതാണ്. ദിവസവും 1-2 അതിൽ കൂടുതലോ സക്സസ്ഫുള്ളായ ട്രേഡുകളുടെ സജഷൻ നൽകാറുണ്ട്. ഞങ്ങൾക്ക് മറ്റൊരു ഗ്രൂപ്പുണ്ട്, ആഫ്റ്റർ ഓപ്ഷൻ പെയ്ഡ് എന്നാണ്. ഇതിൽ ഞങ്ങൾ ദിവസവും സക്സസ്ഫുള്ളായ 4-5 സിഗ്നലുകൾ സജഷൻ ചെയ്യാറുണ്ട്. കമ്മോഡിറ്റി എന്നുള്ള മറ്റൊരു ഗ്രൂപ്പുണ്ട്. ഇതിൽ ഞങ്ങൾ സ്റ്റോക്ക് ഓപ്ഷനും അതുപോലെ തന്നെ കമ്മോഡിറ്റി സംബന്ധമായ സിഗ്നൽസാണ് സജസ്റ്റ് ചെയ്യാറുള്ളത്. മറ്റൊരു ഗ്രൂപ്പ് കൂടെ ഉണ്ട്, ഫോറക്സ് സംബന്ധമായ ചാനലാണത്. ഇതിൽ നിങ്ങൾക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. അതിന് നമ്മൾ ഫസ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണ്. 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടുന്നുണ്ടോ? ഇങ്ങനൊരു പാറ്റേൺ ഫോമായ പോലെ തോന്നുന്നതല്ല, ഫോമായിട്ടില്ലേ? ഇവിടെ നിന്നാണ് വരയ്ക്കേണ്ടത്. ഇവിടെ നിന്ന് വരച്ച് പാറ്റേൺ ഫോമായ സ്ഥിതിക്ക് നമുക്ക് നാളെ ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രം എൻട്രി എടുത്ത് പോകാം. 24,540 മുകളിൽ സുഖസുന്ദരമായിട്ട് 1 അവറിലും 15 മിനിറ്റ്സിലൊക്കെ എൻട്രി എടുത്ത് പോകാം. ഇത് ഡേ ക്യാൻഡിലാണ്. 1 അവറിലാവുമ്പോൾ നമുക്ക് 24,540 മുകളിൽ എൻട്രി എടുത്ത് പോകാം. 5 മിനിറ്റ്സിലേക്ക് വരുമ്പോൾ
24,360 മുകളിൽ 5 മിനിറ്റ്സിൽ എൻട്രി എടുക്കാം. ഡൗൺ സൈഡിലേക്കാണെങ്കിൽ 5 മിനിറ്റ്സിൽ 24,135 താഴെ എൻട്രി എടുത്ത് വരാം. ഒന്നും കൂടെ സേഫ്റ്റി ആയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ 24,090 താഴെ 5 മിനിറ്റ്സിൽ. അപ്പോൾ നിഫ്റ്റി നിങ്ങൾക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നോക്കൂ, ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. ഇതൊരു പിൻബാറായിട്ട് കണക്ക് കൂട്ടാൻ പറ്റില്ലെങ്കിലും ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഡേ ക്യാൻഡിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ മുകളിലേക്ക് പോയാലും നമ്മൾ അത്ഭുതപ്പെടാനില്ല. നമ്മുടെ ഇന്നലത്തെ വീഡിയോയുടെ ക്യാപ്ഷൻ തന്നെ ഈ ഫസ്റ്റ് വീക്ക് മുകളിലേക്കാണോ എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് 1 ഡേ ടൈം ഫ്രെയിമിൽ ഇന്നലെയും വരച്ചതാണിത്. 1 ഡേ ടൈം ഫ്രെയിമിൽ ഇതിന് മുകളിൽ തന്നെ നമുക്ക് എൻട്രി ഉള്ളൂ കേട്ടോ. നാളെ 1 അവറിലേക്ക് നമ്മൾ എൻട്രി എടുക്കുന്നത് വേറൊരു തരത്തിൽ, അതായത് നാളെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നടക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എൻട്രി എടുക്കും. ഈ ഒരു പ്രീവിയസ് ഹൈയിൽ നിന്ന് എൻട്രി എടുത്ത് പോകാം കേട്ടോ. 52,510 മുകളിൽ, അതായത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ. അതേസമയം നാളെ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് നടക്കുന്നതെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഈ ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് എൻട്രി എടുക്കാം. 52,210 മുകളിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷം നിങ്ങൾ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷം തിരിച്ച് മുകളിലേക്ക് കയറുകയാണെങ്കിൽ 52,210 മുകളിൽ എൻട്രി എടുത്ത് പോകാം 1 അവർ ടൈം ഫ്രെയിമിൽ. ഓക്കെ, ഇനി അത് തന്നെ നമുക്ക് 5 മിനിറ്റ്സിലേക്ക് വരുമ്പോൾ 52,210 മുകളിൽ തന്നെ നമുക്ക് 5 മിനിറ്റ്സിൽ എൻട്രി എടുത്ത് പോകാം. ഡൗൺ സൈഡിലേക്ക് ആണെങ്കിൽ 52,000 താഴെ ഡൗൺ സൈഡിലേക്കും ബാങ്ക് നിഫ്റ്റിയിൽ എൻട്രി എടുക്കാം. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങളിങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. സെൻസെക്സിലേക്ക് വരുമ്പോൾ ഡേ ക്യാൻഡിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ്, ഒരു റിക്കവറി മോഡ് തന്നെയാണ്. അതേസമയം നമ്മൾ നിഫ്റ്റിയിൽ വരച്ച പോലെ തന്നെ ഒരു പാറ്റേൺ ഫോമായ രൂപത്തിൽ തന്നെയാണ് കാണുന്നത്. പക്ഷേ ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതുവരെ ഈ ഗ്യാപ്പ് ഫിൽ ചെയ്തിട്ടില്ല. ഒരു പക്ഷേ മുകളിലേക്ക് പോയി പിന്നീടായിരിക്കാം ഫിൽ ചെയ്യുന്നത്. ഓക്കെ, ഏതായിരുന്നാലും നാളെ സെൻസെക്സിൽ ഈ ഒരു ഏരിയയ്ക്ക് മുകളിൽ എൻട്രി എടുത്താൽ മതി. 80,640 മുകളിൽ ഡേ ക്യാൻഡിലാണ് കേട്ടോ, ശ്രദ്ധിക്കുക. അതിന് നമ്മൾ 1 അവറിലും അത് തന്നെയാണ്. 80,640 മുകളിൽ എൻട്രി എടുത്താൽ മതി. 1 അവറിൽ ഡൗൺ സൈഡിലേക്കാണെങ്കിൽ ഇതിന് താഴെ എൻട്രി എടുക്കുന്നതാണ് നല്ലത്. 79,000 കുറച്ചും കൂടി താഴെ 78,950 താഴെ 1 അവറിൽ. അതന്നെ 5 മിനിറ്റ്സിലേക്ക് വരുമ്പോൾ നേരത്തെ ബാങ്ക് നിഫ്റ്റിയിൽ പറഞ്ഞ രൂപത്തിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷം മുകളിലേക്കാണ് വരുന്നതെങ്കിൽ 80,340 മുകളിൽ 5 മിനിറ്റ്സിൽ എൻട്രി എടുത്ത് പോകാം. അതേസമയം ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് 80,520 മുകളിൽ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷമാണ് 80,520. ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷമാണെങ്കിൽ 80,340. നമ്മൾ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് നോട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങാൻ. ഇനി 5 മിനിറ്റ്സിൽ വരുമ്പോൾ നമുക്ക് ഡൗൺ സൈഡിലേക്ക് 80,140 താഴെ 5 മിനിറ്റ്സിൽ ഡൗൺ സൈഡിലേക്കും എൻട്രി എടുത്ത് വരാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് മെയിൻ്റനൻസ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ നമ്മൾ ഡിസംബർ മാസം മുതൽ നമ്മൾ കറക്റ്റായിട്ട് കണക്ക് വയ്ക്കുകയാണ്. 1-ാമത്തെ ദിവസം നമുക്ക് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല, എന്നാൽ ചെറിയൊരു ലോസ് സംഭവിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ബ്രോക്കറേജും ട്രേഡ് എടുത്തവർക്ക് ബ്രോക്കറേജും കാര്യങ്ങളും ഒരു ചെറിയ ലോസ്, അത് നമുക്ക് ലോസിൽ കൂട്ടേണ്ട ആവശ്യമില്ല. ടോട്ടലി നമുക്ക് പറയുകയാണെങ്കിൽ പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല 1-ാം തീയതി. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.